ഗുരുവായൂർ മധുര പാസഞ്ചറിൽ യാത്രക്കാരന് പാമ്പ് കടിയേറ്റെന്ന സംശയം. ട്രെയിൻ കോട്ടയം ഏറ്റുമാനൂരിൽ എത്തിയപ്പോഴാണ് സംഭവം. കടിയേറ്റ തെങ്കാശി സ്വദേശി കാർത്തിക്കിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി. ഷിനോജ്, ട്രെയിനിൽ പാമ്പോ? ദിനേശ്, അതിൽ ചില അവ്യക്തതകളുണ്ട്. പാമ്പാണോ എലിയാണോ എന്നൊരു സംശയം ഇപ്പോഴും പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേ പോലീസിനോട് ബന്ധപ്പെടുമ്പോൾ പാമ്പാണെന്ന കാര്യത്തിൽ ഇതുവരെ അവർ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ കടിയേറ്റിട്ടുള്ള തെങ്കാശി സ്വദേശി ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത് പാമ്പാണ്, താൻ കണ്ടു എന്ന രീതിയിലാണ് ഈ കാർത്തിക് എന്ന് പറയുന്ന തെങ്കാശി സ്വദേശി മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇന്ന് രാവിലെയാണ് കോട്ടയം ഏറ്റുമാനൂർ വെച്ച് ഈ ഗുരുവായൂർ മധുര പാസഞ്ചറിൽ യാത്രികനെ പാമ്പ് കടിച്ചെന്ന രീതിയിൽ എന്തോ കടിച്ചത് രീതിയിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ട്രെയിൻ അവിടെ നിർത്തുകയും ചെയ്ത് ഏറ്റുമാനൂരിൽ നിർത്തുകയും റെയിൽവേ പോലീസിന് ഈ ബോഗിയിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും പുറത്തിറക്കി കാര്യക്ഷമമായ രീതിയിൽ പരിശോധന നടത്തി. ആ പരിശോധനയിലൊന്നും തന്നെ പാമ്പോ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കടിച്ച ഈ കാർത്തിക് എന്ന് പറയുന്ന തെങ്കാശി സ്വദേശിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കാർത്തിക് ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചു, തന്നെ പാമ്പ് കടിക്കുന്നത് താൻ കണ്ടു എന്നതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നത് ഇത് പാമ്പാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത് എലിയാണോ എന്ന സംശയമാണ് നിലവിൽ റെയിൽവേ പോലീസ് വച്ച് പുലർത്തുന്നത്. എന്തായാലും കടിയേറ്റ ആൾ പറയുന്നു പാമ്പാണെന്ന് പറഞ്ഞാൽ നിലവിൽ അത് വിശ്വസിക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഡോക്ടർമാരെ പരിശോധിച്ച് തിരിച്ചറിയട്ടെ, അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി ഷിനോജെ.